കോൺഗ്രസിന് 77 തവണ ഭരണഘടന മാറ്റുകയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടുന്ന നിബന്ധന വയ്ക്കുകയും ചെയ്യാമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമെന്ന പേരിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെ എതിർക്കാനാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ലോക്സഭയിൽ നിയമമന്ത്രി ബിൽ അവതരിപ്പിച്ച ശേഷം രാജ്യസഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി 19A വകുപ്പ് കൊണ്ടുവന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാനാണെന്നും കോൺഗ്രസ് അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അമിത് ഷാ പറഞ്ഞു. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു ഭരണഘടന എത്ര നല്ലതാണെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുന്നവർക്ക് നല്ല ഉദ്ദേശമില്ലെങ്കിൽ ദോഷമായി ഭവിക്കുമെന്ന് അമിത് ഷാ പറഞ്ഞു. 129ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് അവതരിപ്പിച്ചത്. രാഹുൽ ഗാന്ധി ഭരണഘടനയെ ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും രാഹുലിന്റെ കയ്യിലെ ഭരണഘടന ശൂന്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്ന് പറഞ്ഞ അമിത് ഷാ BJP രാജ്യത്തെ ശക്തമാക്കാനാണ് 16 തവണയായി ഭേദഗതി കൊണ്ടുവന്നതെന്നും പറഞ്ഞു. സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യ രൂപപ്പെട്ടപ്പോൾ പലരും രാജ്യം തകരുമെന്ന് കളിയാക്കിയെന്ന് അദ്ദേഹം പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു. സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരുടെ പ്രവർത്തന ഫലമായിട്ടാണ് രാജ്യം ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറി. ബ്രിട്ടനും ഇപ്പോൾ ഇന്ത്യക്ക് പിറകിലാണ്. ലോകത്തെ ഏറ്റവും മികച്ചതും സമഗ്രവുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. കോൺഗ്രസ് ഭരണഘടനയുടെ അന്തസ്സ് ഹനിക്കും വിധം കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ആദ്യ ഭേദഗതി തന്നെ ഇതിനായാണ്. കോൺഗ്രസ് 77 തവണ ഭരണഘടന ഭേദഗതി ചെയ്തു. BJP ഭരണഘടന ഭേദഗതി ചെയ്ത് വനിതാ സംവരണം കൊണ്ടുവരുന്നത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. സുപ്രീം കോടതി നിർദ്ദേശിച്ചതാണത്. സുപ്രീം കോടതിക്ക് വോട്ട് ബാങ്ക് ഉണ്ടോ? മുത്തലാഖ് റദ്ദാക്കിയതും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ വരുത്തിയതും BJP ആണെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിട്ടനിലെ രാജ്ഞിയുടെ വാച്ചിലെ സമയത്തിനനുസരിച്ച് വൈകിട്ടത്തെ ബജറ്റ് അവതരണം മാറ്റാൻ പോലും കോൺഗ്രസിന് പറ്റിയില്ല. രാഹുൽ ഗാന്ധി വില കുറഞ്ഞ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഭരണഘടനയെ ഉപയോഗിക്കുന്നത്. ഭരണഘടന കയ്യിൽ വെച്ച് കോൺഗ്രസ് കള്ളം പറയുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലായവരുടെ പാർട്ടികൾ ഇപ്പോൾ കോൺഗ്രസിനൊപ്പമുണ്ട്. ഇപ്പോൾ ആരോടൊപ്പമാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ചോദിച്ച് അദ്ദേഹം ഇടതുപക്ഷത്തെ പരിഹസിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പാട്ടുകൾ പോലും കോൺഗ്രസ് നിരോധിച്ചു. ഇവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ എഴുതിയ ദുഷ്യന്ത് കുമാറിന്റെ കവിത സഭയിൽ വായിച്ചുകൊണ്ടാണ് അമിത് ഷാ വിമർശനം ഉന്നയിച്ചത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് അയക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഭരണഘടനയെ തകിടം മറിക്കുന്നതാണ് ബില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സർക്കാർ ആ ആരോപണം നിഷേധിക്കുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ലെന്ന് കോൺഗ്രസ് MPമാർ പറയുന്നു. ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രമേയം നിയമമന്ത്രി അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഡിവിഷൻ വോട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ 269 പേർ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 198 പേർ എതിർത്തു. 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ഓർമ്മപ്പെടുത്തി. 461 വോട്ടുകളിൽ 3/2 ഭൂരിപക്ഷം വേണം. കേന്ദ്ര സർക്കാരിന് 269 വോട്ട് മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പ്രതിപക്ഷത്തിന് 198 വോട്ടുകളുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും മാണിക്യം ടാഗോർ എക്സിൽ കുറിച്ചു. ഇതേ വാദം തന്നെയാണ് കോൺഗ്രസ് MP ശശി തരൂരും ഉന്നയിച്ചത്. സർക്കാരിന് പ്രതിപക്ഷത്തെക്കാൾ വലിയ സംഖ്യയുണ്ട് എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. JPCയിലും അതിന്റെ ഘടനയുടെ അടിസ്ഥാനത്തിലും അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കാം. എന്നാൽ ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. പാസ്സാകണമെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അതുകൊണ്ട് തന്നെ ഇതുമായി അധികകാലം മുന്നോട്ട് പോകാനാകില്ലെന്ന് ശശി തരൂർ പറഞ്ഞു. ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നതിനുള്ള 129ാം ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്നലെ അവതരിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഞായറാഴ്ച മാറ്റിവെക്കുകയായിരുന്നു. സർക്കാരിന് കേവല ഭൂരിപക്ഷം മാത്രമുള്ളതിനാൽ പാസ്സാക്കുക എളുപ്പമല്ല. 5 ഭരണഘടനാ വകുപ്പുകളിൽ ഭേദഗതി വേണം. ഇരു സഭകളിലും 3/2 ഭൂരിപക്ഷത്തിൽ പാസ്സാകണം. 3/2 നിയമസഭകളും അംഗീകരിക്കണം. നിയമസഭകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കാലാവധി ഉൾപ്പെടുന്നതിനാലാണ് നിയമസഭകളുടെ അംഗീകാരം വേണ്ടിവരുന്നത്. നീക്കം അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി, ഇടതു കക്ഷികളടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിക്കുമ്പോൾ ലോക്സഭയിൽ ഹാജരാകാതിരുന്ന പാർട്ടി MPമാർക്ക് BJP നോട്ടീസ് അയക്കും. ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ 20-ലധികം BJP MPമാർ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് BJPയുടെ നീക്കം. സഭയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ BJP പാർട്ടി MPമാർ വിപ്പ് നൽകിയിരുന്നു.